ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർത്ത് സെമസ്റ്റർ ഡിഗ്രി എക്സാമിനേഷൻ ഏപ്രിൽ 2023 ലീനിയർ ഓൾജിബ്ര ഈ ഒരു പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെഷൻ എയും സെഷൻ ബിയും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സെഷൻ സി നമ്മൾ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യും. ഇതിലിപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 80 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 2.5 മണിക്കൂറാണ് നമുക്ക് എക്സാം എഴുതാനായിട്ട് വരുന്നത്. അതുപോലെ 1 തൊട്ട് 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമുക്കെല്ലാം അറ്റൻഡ് ചെയ്യാം. ഓവറോൾ സീലിംഗ് വരുന്നത് 25 മാർക്സിനാണ്. അതേപോലെ തന്നെ 16 മുതൽ 23 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 35 ആണ് സീലിംഗ് വരുന്നത്. ബാക്കി ഒരു 4 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതാണ് നമുക്ക് എസ്സേ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി പറയാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ വിത്ത് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. അപ്പോൾ 2 പ്രോപ്പർട്ടീസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, യുണീക്ക് സൊല്യൂഷനും അതേപോലെ നോ സൊല്യൂഷനും. അപ്പോൾ ഇത് രണ്ടിനും ഒരു എക്സാമ്പിൾ കൊടുക്കണം നമുക്ക്. അപ്പോൾ നമ്മളിതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2x + 3y = 7, 4x - 2y = 6. ഇവിടെ 2 ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇക്വേഷൻസ് എക്സാക്ട്ലി ഒരു പോയിന്റിൽ മാത്രമേ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളൂ. ഒരു പോയിന്റിൽ മാത്രമേ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സൊല്യൂഷനേ വരുന്നുള്ളൂ. ഇനി നോ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇൻ്റർസെക്ഷൻ പോലും ഉണ്ടാവാണ്ട് 2 ലൈൻസും പാരലലായിട്ട് കടന്നു പോയില്ലേ, അങ്ങനെ ഉള്ളതാണ് നോ സൊല്യൂഷൻ. ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ എനി 2x2 മെട്രിക്സസ് എ ആൻഡ് ബി പ്രൂവ് ദാറ്റ് ട്രേസ് എ പ്ലസ് ബി ഈക്വൽ ടു ട്രേസ് എ പ്ലസ് ട്രേസ് ബി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഫസ്റ്റ് നമുക്ക് 2 മെട്രിക്സ് വേണം, 2x2 മെട്രിക്സ് വേണം. എ എന്ന് പറയുന്നത് എ ബി സി ഡി എന്ന് പറഞ്ഞ മെട്രിക്സും അതുപോലെ ബി എന്ന് പറയുന്നത് ഇ എഫ് ജി എച്ച് എന്ന് പറഞ്ഞ മെട്രിക്സും നമ്മൾ എടുക്കുന്നു. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. എ പ്ലസ് ബി മെട്രിക്സിലെ ഇ, അതുപോലെ ബി പ്ലസ് ബി മെട്രിക്സിലെ എഫ്, സി പ്ലസ് ജി, ഡി പ്ലസ് എച്ച്. ഇതാണ് നമുക്ക് എ പ്ലസ് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടുന്നത്. The trace of a matrix is sum of elements on its main diagonal. So the trace of A plus B is trace A plus B equal to A plus E plus D plus H. Diagonals sum ചെയ്യുക, അതാണ് trace A plus B എന്ന് പറയുന്നത്. Let's compute the sum of the traces of A and B. Trace A plus trace B എന്ന് പറയുന്നത് എന്താണ്, A plus D പ്ലസ് ഇ പ്ലസ് എച്ച് എന്നാണ് വരുന്നത്. ഓക്കെ, അഡീഷൻ എന്ന് പറയുന്നത് ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ ഈ ഒരു ടേംസിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എ പ്ലസ് ഇ പ്ലസ് ഡി പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എച്ച്. ഇത് രണ്ടും ഈക്വൽ ആയിട്ടാണ് വരുന്നത് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ. അങ്ങനെ ട്രേസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് ട്രേസ് എ പ്ലസ് ട്രേസ് ബി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ഓൾ സബ്സ്പേസസ് ഓഫ് ദ വെക്റ്റർ സ്പേസ് ആർ റേസ് ടു 3 ഓവർ ആർ. അപ്പോൾ ഇതിൽ ഡിഫൈൻ ഓൾ സബ്സ്പേസസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡിഫൈൻ ചെയ്യുക. അപ്പോൾ 2 മാർക്കാണ്, അപ്പോൾ 4 എണ്ണമാണ് നമുക്കുള്ളത്. ജസ്റ്റ് അത് എഴുതിയാൽ മതി. 0 സബ്സ്പേസ്, 1 ഡയമെൻഷണൽ സബ്സ്പേസ്, 2 ഡയമെൻഷണൽ സബ്സ്പേസ്, 3 ഡയമെൻഷണൽ സബ്സ്പേസ്. പിന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ജസ്റ്റ് ഒരു ലൈനിലായിട്ട് എഴുതാനായിട്ട് നോക്കാം. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എ വെക്ടർ സ്പേസ്. റൈറ്റ് 2, 3 ആസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് 1, 0 ആൻഡ് 0, 1. ലെറ്റ് v1, v2 എക്സെട്ര vn എന്ന് പറയുന്നത് വെക്ടേഴ്സാണ്. ഒരു വെക്ടർ സ്പേസ് ക്യാപിറ്റൽ വിയിലത്തെ വെക്ടേഴ്സാണ് v1, v2 എക്സെട്ര vn എന്ന് പറയുന്നത്. അതുപോലെ c1, c2 എക്സെട്ര cn എന്ന് പറയുന്നത് സ്കേലാർസ് ആണ്. അങ്ങനെ വരുമ്പോൾ c1 v1 പ്ലസ് c2 v2 പ്ലസ് എക്സെട്ര cn vn. അപ്പോൾ നമുക്ക് സ്കേലാർസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. c1 c2 അങ്ങനെ ഉള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ c1 നമുക്കിവിടെ 2 എണ്ണമല്ലേ തന്നിട്ടുള്ളൂ, 1 0യും 0യും 1ഉം മാത്രമല്ല കോമ്പിനേഷൻ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് c1 ആ ഒരു ബ്രാക്കറ്റ് കൊടുക്കുക, 1 0 പ്ലസ് c2 ഇൻറ്റു 0 1 എന്ന് പറയുന്നതാണ് 2 3. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനെ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ c1 0 പ്ലസ് 0 c2 എന്ന് പറയുന്നത് c1 c2 ആണ്.
ഫോർ C1 C2 എന്ന് പറയുന്നത് 2 3 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയാണെങ്കിൽ C1 എന്ന് പറയുന്നത് 2 ആണ്, C2 എന്ന് പറയുന്നത് 3 ആണ്. അത് ജസ്റ്റ് നമ്മളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ബേസിസ് ഓഫ് എ വെക്ടർ സ്പേസ്. റൈറ്റ് എ ബേസിസ് of Pn where Pn is the polynomial of degree less than or equal to n. In linear algebra, the basis of vector space is a set of vectors that are linearly independent and span the entire vector space. A basis is a minimal set of vectors that can be used to represent any vector in the space. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് സെറ്റ് 1 എക്സ് സ്ക്വയർ അങ്ങനെ അതിൻ്റെ പവർ കൂടി വന്ന് ലാസ്റ്റ് എക്സ് എൻ വരെയാണ്, എക്സ് റേസ് ടു എൻ വരെയാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ ദ ബേസിസ് ബി എന്താണ് u1 u2 ആൻഡ് ബി ഡാഷ് എന്ന് പറയുന്നത് u1 ഡാഷ് u2 ഡാഷ് ഓഫ് r റേസ് ടു 2 വെർ u1 ഈക്വൽ ടു 1 0, u2 ഈക്വൽ ടു 0 1, u1 dash equal to 1 1 and u2 dash equal to 2 1. Find the transformation matrix from b dash to b. ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് അതുപോലെ ബേസിസ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ പഠിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് b1 dash എന്ന് പറയുന്നത് എന്താണ് 1 0 0 1 എന്നുള്ളത് നമുക്കറിയാം. ടു ബേസിസ് b എന്ന് പറയുന്നത് 1 1 0 1 നമ്മൾ എഴുതാം. u1 എന്ന് പറയുന്നത് 1 1 ആണ്, u2 എന്ന് പറയുന്നത് 0 1 ആണ്, u1 ഡാഷ് എന്ന് പറയുന്നത് 1 0, u2 ഡാഷ് എന്ന് പറയുന്നത് 0 1. ഇതിൻ്റെ സ്കേലാർ കണ്ടുപിടിക്കാം. അപ്പോൾ u1 എന്ന് പറയുമ്പോൾ a ഇൻറ്റു u1 ഡാഷ് പ്ലസ് b ഇൻറ്റു u2 ഡാഷ്, അതുപോലെ u2 എന്ന് പറയുന്നത് c ഇൻറ്റു u1 ഡാഷ് പ്ലസ് d ഇൻറ്റു u2 ഡാഷ്. ഇനി ഇക്വേഷൻസിനെ നമ്മൾ സോൾവ് ചെയ്യാം. അപ്പോൾ u1ൻ്റെ സ്ഥാനത്ത് 1 1 കൊടുക്കുക, എന്നിട്ട് സാധാരണ പോലെ മറ്റേ തന്നെ എഴുതി വയ്ക്കുക. u1 ഡാഷ് എന്താണോ അത് നമ്മൾ കൊടുക്കുക. എയും ബിയും മാത്രമേ നമുക്ക് അവിടെ അറിയാത്തതുള്ളൂ. അതിൽ നിന്ന് എയും ബിയും കണ്ടുപിടിക്കുക. അപ്പോൾ 1 1 നമുക്ക് കിട്ടി. ഇനി u2ൻ്റെ കേസിലാണെങ്കിൽ ഇതേപോലെ തന്നെ u2 എന്നുള്ളടത്ത് 0 1 കൊടുത്തു. c ഇൻറ്റു u1 ഡാഷ് എന്ന് പറയുന്നത് 1 0 പ്ലസ് d ഇൻറ്റു u2 ഡാഷ് എന്ന് പറയുന്നത് 0 1. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സിയും ഡിയും എന്താണെന്ന് കിട്ടി. അങ്ങനെ ബി ഡാഷിൽ നിന്നും ബിയിലോട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആണ് ടി ഈക്വൽ ടു 1 0 1 1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലെറ്റ് w ഈക്വൽ ടു എക്സ് വൈ എലമെൻറ്റ് ഓഫ് r റേസ് ടു 2 എക്സ് പ്ലസ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് w. അപ്പോൾ നമുക്കിവിടെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. അത് റെപ്രസെൻറ്റ് ദ ഓൾ പോയിൻറ്റ്സ് ഇൻ ആർ സ്ക്വയർ എന്നല്ല, r റേസ് ടു 2 അല്ലെങ്കിൽ r2 എന്ന് പറയാം. r2 എന്നാണ് പറയുക കൂടുതലും. where the sum of the coordinates is 0, which corresponds to the line passing through the origin with a slope -1. Since w is a line in R2, it can be parameterized by a single parameter. One common parameterization for the line is to express one of the variables in terms of the other. X plus y equal to 0, y equal to minus x. So any point xy in W can be represented as x minus x for all real value of x. Therefore, there is only one independent parameter x. The dimension of W is 1. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആകെ ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡബ്ല്യുവിൻ്റെ ആ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ് 1 ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് എ ഇൻഫിനിറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസ്. അതിനൊരു എക്സാമ്പിൾ കൊടുക്കണം. ഒരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് പോളിനോമിയൽസ് ഇൻ എക്സ് വിത്ത് റിയൽ കോഎഫിഷ്യൻറ്റ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓൺ ആർ. രണ്ട് എക്സാമ്പിൾ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് എന്താണ് റാങ്ക്, എന്താണ് നള്ളിറ്റി ഓഫ് മെട്രിക്സ്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, റാങ്കും നള്ളിറ്റിയും നമുക്ക് എന്താണെന്നും ചോദിക്കാം. അതുപോലെ ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻസിലായാലും essay ക്വസ്റ്റ്യൻസിലായാലും റാങ്കും നള്ളിറ്റിയും എത്രയാണെന്നും കണ്ടുപിടിക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് സെഷനാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ നോക്കുക. റാങ്ക് ഈസ് ദ നമ്പർ ഓഫ് ലീഡിംഗ് കോളം ഓർ നോൺ സീറോ റോ വെക്ടേഴ്സ് ഓഫ് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ഓഫ് ദ ഗിവൺ മെട്രിക്സ് ആൻഡ് ദ നമ്പർ ഓഫ് സീറോ കോളംസ് ഈസ് ദി nullity. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ ഇമേജ് ഓഫ് എക്സ് ഈക്വൽ ടു 1 1 അണ്ടർ ദ റൊട്ടേഷൻ ഓഫ് π/6 അബൌട്ട് ദ ഒറിജിൻ. ടു ഫൈൻഡ് ദ ഇമേജ് ഓഫ് പോയിന്റ് എക്സ് ഈക്വൽ ടു 1 1 അണ്ടർ എ റൊട്ടേഷൻ ഓഫ് π/6 റേഡിയൻസ് അബൌട്ട് ദ ഒറിജിൻ. അപ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്നത് നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചു വയ്ക്കണം കേട്ടോ. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, സൈൻ തീറ്റ കോസ് തീറ്റ.
ഇവിടെ തീറ്റ എന്ന് പറയുന്നത് π/6 ആണെന്ന് നമുക്കറിയാം. അത് ഇവിടെ ഒരു തീറ്റ ഉള്ളിടത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സാധാരണ പോലെ തന്നെ x11 ആണ്, അതും കൊടുക്കുക. ഇത് സോൾവ് ചെയ്യുക. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇതിൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ് ഓഫ് മെട്രിക്സ്. അപ്പോൾ ഈഗൻ വാല്യൂസും ഈഗൻ വെക്ടേഴ്സും എന്താണ് ഒരു മെട്രിക്സിൻ്റെ കേസിൽ, അതാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. Eigen values are the special set of scalar values that is associated with the set of linear equation, most probably in the matrix equation. Eigenvectors are also termed as characteristic roots. It is a non-zero vector that can be changed at most by its scalar factor after the application of linear transformations. അപ്പോൾ ഇതിൻ്റെക്കാളും നല്ല ഈസി ആയിട്ടുള്ള ഡെഫിനേഷനാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് പഠിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഈഗൻ വാല്യൂസ് ഓഫ്, നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. 1/2 0 0 -1 2/3 0 5 -8 -4 -1/4. സോറി, ഞാനിവിടെ -8 എന്നല്ല കേട്ടോ, -6 വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. അപ്പോൾ -8 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ ഇത് വേറൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. -6 വെച്ചിട്ടാണ് ഞാൻ പ്രോബ്ലംസ് സോൾവ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതെനിക്ക് വന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്, ലാംഡ ഉണ്ടല്ലോ. അപ്പോൾ a - λ1 ലാംഡ i = 0. ഇവിടെ i എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അതുപോലെ ലാംഡ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈഗൻ വാല്യൂസ്. അത് നമ്മൾ സാധാരണ പോലെ തന്നെ a - λi ആ ഒരു ഡിറ്റർമിനൻ്റ് ഒക്കെ കാണാം. ഇത്രയേ ഉള്ളൂ ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ലാംഡ ഈസ് ദ ഈഗൻ വാല്യൂ ഓഫ് എ മെട്രിക്സ് എ, ഷോ ദാറ്റ് λ⁴n ഈസ് ഈഗൻ വാല്യൂ ഓഫ് a⁴n. നമ്മളത് ഷോ ചെയ്യണം. അത് ഒരു കുറച്ച് ഉണ്ട്, അപ്പോൾ നിങ്ങളത് പഠിക്കുക. ടു ഷോ ദാറ്റ് ലാംഡ ഈസ് എൻ ഈഗൻ വാല്യൂ ഓഫ് ദ മെട്രിക്സ് എന്താണ് a⁴n ആണ് കേട്ടോ. അത് എക്ക് ഞാൻ അതിൽ വരച്ചിട്ടില്ല. Where A is a diagonal matrix with eigenvalue lambda, we need to demonstrate that a⁴n - λ I is singular, meaning is determinant is 0. Okay. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് 1 1 ആൻഡ് 1 - 1 ആർ ഓർത്തോഗണൽ വെക്ടേഴ്സ് വിത്ത് റെസ്പെക്ട് ടു യൂക്ലിഡിയൻ ഇന്നർ പ്രൊഡക്റ്റ്. ദ യൂക്ലിഡിയൻ ലീനിയർ പ്രൊഡക്റ്റ് of two vectors a, b and c, d is defined as a, b into c, d = ac plus bd. ഇനി നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുക. ഡോട്ട് പ്രൊഡക്റ്റ് 0, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇതാണ് യൂക്ലിഡിയൻ ഇന്നർ പ്രൊഡക്റ്റ്. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെറ്റ് w be the subspace spanned by the orthogonal okay vector v1 = 0 1 0 and the orthogonal projection of u = 1 1 1 on w. To find orthogonal projection of a vector u onto a subspace w spanned by a orthogonal vector v1, we use പ്രൊജക്ഷൻ ആണ്. അതാണ് നമ്മൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡബ്ല്യൂൻ്റെ ആയതുകൊണ്ടാണ് w അടിയിൽ വെച്ചേക്കുന്നത്. u = u v1 നോം ആണത്. 2 വര വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നോം v1 സ്ക്വയർ ഇൻറ്റു v1. അപ്പോൾ ഇവിടെ v1 എന്ന് പറയുന്നത് 0 1 0, അതുപോലെ u എന്ന് പറയുന്നത് 1 1 1. u ഇൻറ്റു v1 എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് 1 കിട്ടും. നോം v1 സ്ക്വയർ, അങ്ങനെ അത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഇത് നമ്മൾക്ക് ഇതിൽ സീലിംഗ് വരുന്നത് 25 മാർക്കിനാണ്. അപ്പോൾ നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻ എഴുതിയാലും 25 മാർക്ക് മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് അവർ പേപ്പർ വാല്യൂ ചെയ്യുന്നവർ എടുക്കുള്ളൂ. ഓക്കെ, ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് വരുന്നത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ ക്വസ്റ്റ്യൻസിൽ വരും. 5 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ്, ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ x1 + x2 + 2x3 = 8 -x1 - 2x2 + 3x3 = 1 3x1 - 7x2 + 4x3 = 10. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോബ്ലം. ഇതിനെ നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളതൊരു മെട്രിക്സ് രൂപത്തിലേക്ക് മാറ്റി എഴുതി. ഇനി റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ
നമ്മൾക്ക് ഇത് നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം ഇത് സോൾവ് ചെയ്യാനായിട്ട്. ലാസ്റ്റ് ബാക്ക് സ്റ്റെപ്പ് ആദ്യം നമ്മൾ ഓപ്പറേഷൻ ചെയ്യും. അത് സീറോ ബിലോ ഡയഗണൽ എലമെൻസിന് താഴെയുള്ള സീറോസിന് ആദ്യം നമ്മൾ ഓപ്പറേഷൻ ചെയ്യും. അതുപോലെ ഡയഗണലിൻ്റെ മേലെയുള്ള സീറോ എലമെൻസിന് നമ്മൾ ഓപ്പറേഷൻ ചെയ്യും. ലാസ്റ്റ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതാണ് നമ്മുടെ ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് prove that if A and B are invertible matrices of same size, then AB is invertible and AB inverse equal to B inverse A inverse. നമുക്ക് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. To prove that if A and B are invertible matrices of same size, then AB is invertible and AB inverse equal to B inverse into A inverse. നമുക്ക് ഫസ്റ്റ് തന്നെ എ ബി എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണെന്ന് ഷോ ചെയ്യണം. അപ്പോൾ എയും ബിയും ഇൻവേർട്ടിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് ഒരു മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, എ ഇൻവേഴ്സും ബി ഇൻവേഴ്സും, സച്ച് ദാറ്റ് എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നതും എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറയുന്നതും എന്താണ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അതേപോലെ തന്നെ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് പറയുന്നതും ബി ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറയുന്നതും ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി കൺസിഡർ ദ പ്രൊഡക്റ്റ് എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. അപ്പോൾ എങ്ങനെയാണ്? എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് യൂസിങ് അസോസിയേറ്റിവിറ്റി ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. എന്താണ് അസോസിയേറ്റിവിറ്റി? അത് നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരുമ്പോൾ എ ഇൻറ്റു ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഓക്കെ, ആ ഒരു ബിയും അടുപ്പിച്ചാക്കി. അപ്പോൾ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മളത് കൊടുക്കുന്നു. അങ്ങനെ എ ബി എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണെന്ന് തെളിയിക്കുന്നു. നെക്സ്റ്റ് എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇനി ഇതിൻ്റെ മുന്നേ നമ്മൾ എ ബി ഇൻവേഴ്സ് കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുന്നേ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുക. Using the fact that AB is invertible and that I multiplied by any matrix gives the same matrix. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് ഏതൊരു മെട്രിക്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് സെയിം മെട്രിക്സ് ആണല്ലോ കിട്ടുക. അപ്പോൾ ലാസ്റ്റ് നമ്മളിത് സോൾവ് ചെയ്യുന്നു. എ ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത് തന്നെയാണ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഷോ ദാറ്റ് ദ സെറ്റ് 1 1 2 1 0 1 2 1 3 സ്പാൻസ് R3. അപ്പോൾ ഇവിടെ എന്താണ്? എക്സ് ഇൻറ്റു 1 1 2 പ്ലസ് വൈ ഇൻറ്റു 1 0 1 പ്ലസ് സെഡ് ഇൻറ്റു 2 1 3 എന്ന് പറയുന്നത് എ ബി സി. ഇനി ഇത് നമ്മൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് 2z, നെക്സ്റ്റിൽ എക്സ് പ്ലസ് സെഡ്, നെക്സ്റ്റ് വരുന്നത് 2x പ്ലസ് വൈ പ്ലസ് 3z എന്ന് പറയുന്നതാണ് എ ബി സി. ഇതിൽ എക്സ് പ്ലസ് വൈ പ്ലസ് 2z എന്ന് പറയുന്നത് എയും എക്സ് പ്ലസ് സെഡ് എന്ന് പറയുന്നത് ബിയും 2x പ്ലസ് വൈ പ്ലസ് 3z എന്ന് പറയുന്നത് സിയുമാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ 2-ൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യമാണ് എക്സ് എന്ന് പറയുന്നത് ബി മൈനസ് സെഡ് ആണ്. ഇനി ഇത് നമ്മൾ ഇക്വേഷൻ 1-ലും 3-ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എക്സിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ ബി മൈനസ് സെഡ് പ്ലസ് വൈ പ്ലസ് 2z എന്ന് പറയുന്നത് എ. ഇതിൽ നിന്ന് നമുക്ക് വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നത് എ മൈനസ് ബി ആണെന്ന് കിട്ടി. നെക്സ്റ്റ് നമ്മൾ തേർഡ് ഇക്വേഷനിൽ 2 ഇൻറ്റു ബി മൈനസ് സെഡ് പ്ലസ് വൈ പ്ലസ് 3z ഈക്വൽ ടു സി. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2b മൈനസ് സി ഈക്വൽ ടു 2z മൈനസ് വൈ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി വൈ ഈക്വൽ ടു എ മൈനസ് ബി മൈനസ് സെഡ്, അത് നമ്മൾ ഇക്വേഷൻ 3-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടും. അത് എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് ദ ഓപ്പറേറ്റർ ടി സച്ച് ദാറ്റ് R2 എവിടേക്കാണ്? R2-ലേക്ക് തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ W1 എന്ന് പറയുന്നത് 2x1 പ്ലസ് x2, W2 എന്ന് പറയുന്നത് 3x1 പ്ലസ് 4x2 ആണ്. ഇത് 1 1 ആണ്. അതുപോലെ ടി ഇൻവേഴ്സ് W1 W2 ഇത് രണ്ടും ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ
നമ്മൾ ആദ്യം തന്നേക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. ഇനി ഡിറ്റർമിനൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 1 3 4 എന്ന് പറയുക. അത് എന്താണ് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. ഡിറ്റർമിനൻറ്റ് എന്താണ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആണെങ്കിൽ ഓപ്പറേറ്റർ ടി എന്ന് പറയുന്നത് 1 1 ആയിരിക്കും. അത് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. ഇനി 2x1 പ്ലസ് x2 എന്ന് പറയുന്നത് W1ഉം 3x1 പ്ലസ് 4x2 എന്ന് പറയുന്നത് W2ഉമാണ്. ഇതിൽ നിന്ന് നമുക്ക് x1ഉം x2ഉം പിടിക്കാനായിട്ട് നമ്മൾ ഇൻവേഴ്സ് മാട്രിക്സ് മെത്തേഡ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും നമുക്ക് x2 എന്ന് പറയുന്നത് W1 മൈനസ് 2x1 എന്ന് കിട്ടും. ഇനി ഇത് സെക്കൻഡ് ഇക്വേഷനിലോട്ട് ഈ ഒരു x2 നമുക്കിപ്പോൾ കിട്ടിയില്ല, അത് സെക്കൻഡ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 3x1 പ്ലസ് 4 ഇൻറ്റു W1 മൈനസ് 2x1 ഈക്വൽ ടു W2, 3x1 പ്ലസ് 4 W1 മൈനസ് 8x1 ഈക്വൽ ടു W2 മൈനസ് 5x1 ഈക്വൽ ടു W2 മൈനസ് 4W1 x1 ഈക്വൽ ടു 4W1 മൈനസ് W2 ബൈ 5. ഇനി ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ലാസ്റ്റ് ആൻസർ ടി ഇൻവേഴ്സ് എന്താണ് W1 W2 ഈക്വൽ ടു 4W1 മൈനസ് W2 ബൈ 5 3W1 പ്ലസ് 2W2 ബൈ 5 എന്ന് പറഞ്ഞിട്ട് കിട്ടും. നെക്സ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് 20ാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ് ടി ബി ദ ഓപ്പറേറ്റർ വിച്ച് ഈസ് ദ റിഫ്ലക്ഷൻ അബൌട്ട് ദ എക്സ് പ്ലെയിൻ ഇൻ R3. Find the matrix of T with respect to the standard basis. Okay. To find the matrix representation of the operator T which reflects vectors about the xz plane in R3, let's consider the effect of T on the standard basis vectors E1 1 0 0, E2 0 1 0 and E3 0 0 1. When T reflects a vector about xz plane, it negates the y component of the vector while leaving the x and z components unchanged. അപ്പോൾ ഇവിടെ E1 അതേപോലെ തന്നെ ഉണ്ടാവും, E2 എന്ന് പറയുന്നത് മൈനസ് E2 ആയിട്ട് മാറും, E3 എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ മെട്രിക്സിന് നടുവിലത്തെ ഒരു മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ, -1 അവിടെ മാത്രമേ ഒരു മാറ്റം വരുന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ റാങ്ക് ആൻഡ് നള്ളിറ്റി ഓഫ് ദി മെട്രിക്സ്. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ റാങ്കും അതുപോലെ നള്ളിറ്റിയും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് റെഡ്യൂസ്ഡ് റോ എക്കലൻ ഫോം ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അത് നമ്മൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് റാങ്ക് എന്ന് പറയുന്നത് നോൺ സീറോ റോസ് ആണ്. അപ്പോൾ ഇവിടെ നോൺ സീറോ റോസ് വരുന്നത് ആകെ എത്രയാണ്, 3 എണ്ണമാണ് വരുന്നത്. ഫുൾ നമുക്ക് സീറോസ് ഇല്ലാണ്ട് വരുന്നത് റോസ് കേട്ടോ, സീറോ ഫുൾ സീറോ അല്ലാത്തത്. ഓക്കെ. ദ നള്ളിറ്റി ഈസ് ദ നമ്പർ ഓഫ് കോളംസ്, അതിൽ നിന്നും റാങ്ക് കുറച്ചതാണ് നള്ളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം നമ്പർ ഓഫ് കോളംസ് എത്രയുണ്ട്, 6 എണ്ണം ഉണ്ട്. അതിൽ നിന്നും നമ്മൾ ഈ ഒരു റാങ്ക് കുറയ്ക്കുക, റാങ്ക് എത്രയാണ് 3, അത് കുറയ്ക്കുക. അപ്പോൾ റാങ്കും നള്ളിറ്റിയും നമുക്ക് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ബേസിസ് ഓഫ് ഈഗൻ സ്പേസ് ഓഫ് മെട്രിക്സ്. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഈഗൺ സ്പേസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് -1 3 2 0 എന്ന് പറയുന്നതാണ്. അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താണ്, a മൈനസ് ലാംഡ i ഈക്വൽ ടു, നമ്മൾ ലാംഡ കൊടുത്ത് സോൾവ് ചെയ്യുക. ഓക്കെ, അത് കുറച്ച് ഉണ്ട്, അത് വായിച്ച് നോക്കാം കേട്ടോ, സോൾവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 23. ഷോ ദാറ്റ് എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് 0 ഈസ് നോട്ട് ആൻഡ് ഈഗൻ വാല്യൂ ഓഫ് എ. അപ്പോൾ ഇതൊരു തിയറി ആയിട്ടാണ് വരുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ വേറെ മെത്തേഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾക്ക് ഈ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യൻസും നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയുള്ളത് നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ ആണ്. എസ് എ ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് 4 എണ്ണമാണ്. അതിൽ നമുക്ക് 2 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഒരെണ്ണത്തിന് 10 മാർക്ക് വെച്ചിട്ടായിരിക്കും എസ് എ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് റാങ്ക്, നള്ളിറ്റി, അതുപോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് അങ്ങനത്തെ, പിന്നെ ഈഗൻ വാല്യൂസ്, ആ ഒരു സെഷനൊക്കെ നല്ലപോലെ നോക്കുക. ഗോസ് എലിമിനേഷൻ മെത്തേഡ്, ഈ അങ്ങനത്തെ വരുന്ന എല്ലാ സാധനങ്ങളും നല്ലപോലെ നോക്കുക. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ നല്ലോണം സോൾവ് ചെയ്യുക. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ കിട്ടുകയാണെങ്കിൽ അതും കൂടെ സോൾവ് ചെയ്ത് പഠിക്കുക.
അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്